നാം ദൈവത്തെ സ്നേഹിക്കുന്നതിലും കൂടുതൽ അനാദികാലം മുതൽ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ അറിഞ്ഞു, നമ്മെ പേര് ചൊല്ലി വിളിച്ചു, നീ എൻ്റെ ഓമനക്കുട്ടൻ, നീ എൻ്റെ ഓമന മകൾ എന്ന്. തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിക്കുന്നവനായ ദൈവം അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും വിശക്കുന്നവർക്ക് ഭക്ഷണമേകുകയും ധനികരെ വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്യുമെന്ന് മറിയം ഏറ്റുപറയുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പാത വിനയത്തിൽ ആയിരിക്കട്ടെ. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ജീവിതം വിനയത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു. മത്തായി 11:29 നാം വായിക്കുന്നു, ഞാൻ ശാന്തനും വിനീത ഹൃദയനുമാണ്. നമുക്കുള്ള ദാനങ്ങൾ ഇല്ലെന്ന് നടിക്കുന്നതും പറയുന്നതും വിനയമല്ല. Do not consider ourselves entitled. We are just a piece of clay in the hands of the potter, and it's the potter who decides how we should be shaped, into what form and for what purpose. അതുപോലെ ഇല്ലാത്തത് ഉണ്ടെന്ന് നടിക്കുന്നതും വിനയമാകുന്നില്ല. നമ്മുടെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി അഹങ്കാരമില്ലാണ്ട് എളിമയോടെ മറ്റുള്ളവരെ അംഗീകരിച്ച് മറ്റുള്ളവർക്ക് ഉപകരിക്കും വിധം പ്രയോജനപ്പെടുത്തുക, അതാണ് യഥാർത്ഥ വിനയം. കുരിശിലെ സ്നേഹം നമ്മൾക്ക് ജീവിത പാഠമാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മെഴുകുതിരിയായി നാം ഉരുകിത്തീരുമ്പോഴാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ക്രിസ്ത്യാനികൾ എന്ന പേരിന് നാം അർഹരാകുക. സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്നവനാണ് യഥാർത്ഥ വിനയാൻവിതൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഓരോരുത്തരും എളിമയോടെ വിനയത്തോടെ ശുശ്രൂഷ മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് താങ്ങായി ജീവിക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകൂ. സത്യവും സ്നേഹവും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവങ്ങളായി മാറൂ. സ്നേഹം എന്തെന്ന് അറിയുന്നവർക്ക് സ്നേഹം കൊടുക്കാനും സത്യം സംസാരിക്കാനും സാധിക്കൂ. അല്ലാത്തവർ മുഴങ്ങുന്ന ചങ്ങലയും ചിലമ്പുന്ന കൈത്താളവുമാകും. ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ആധികളും വ്യാധികളും കൊണ്ട് നാം പരീക്ഷണരാകുമ്പോൾ, കലക്കങ്ങളും സന്ദേഹങ്ങളും മനസ്സിനെ അന്ധകാരത്തിലേക്കും അനിശ്ചിതത്തിലേക്കും നയിക്കുമ്പോൾ, ഇഹത്തിലും പരത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മുടെ അമ്മ നമുക്ക് തുണയായിരിക്കട്ടെ.